ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് നല്ലതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്കൊരു 2-3-4 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സവാള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ഇട്ടത്, കുറച്ചുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. വെണ്ടയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ചെറിയ തീയിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ടതിന് ശേഷം ഇത് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ചാറൊന്ന് കുറുകി വരും. മീൻ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.